എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മേഫ്ലവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വെണ്ടയ്ക്കയും മുട്ടയും വെച്ചിട്ടുള്ളൊരു തീയലിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ബീനാസ് എംബ്രോയിഡറി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ എംബ്രോയിഡറി വർക്കൊക്കെയാണ് ഞാനതിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനുള്ള വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് ഏകദേശം 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ മൂക്കാത്ത നല്ല പിഞ്ച് വെണ്ടയ്ക്ക എടുക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 3 ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത്, 3 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 തണ്ട് കറിവേപ്പില. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് വറുത്തരക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. സ്റ്റവിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് കൈ എടുക്കാതെ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങ ഒന്ന് കരിഞ്ഞു പോകരുത്. വറുത്ത് വരുമ്പോഴത്തേക്കും തേങ്ങ കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളർ വരണം, എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു ബ്രൗൺ കളർ കിട്ടുകയുള്ളൂ. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം വറുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇത് കുറച്ച് തണുത്തതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തൊരു 3-4 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം. വെണ്ടയ്ക്ക ഇതുപോലെ വറുത്തതിന് ശേഷം കറിയിൽ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയും വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും. 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വെണ്ടയ്ക്കയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. നമ്മൾ സാമ്പാർ അതുപോലെ തന്നെ വെണ്ടയ്ക്ക പാലുകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വറുത്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടുത്ത പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വറുത്തെടുത്ത വെണ്ടയ്ക്ക നമുക്ക് മാറ്റി വെക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരച്ച് വരുമ്പോഴത്തേക്കും അരക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ഇപ്പോൾ കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് അരച്ച് അതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക വറുത്തെടുത്ത പാനാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസ് ഇട്ട് പൊട്ടിക്കണം. ഞാനിതിലേക്കൊരു 5 ഏലയ്ക്ക, 6 കറയമ്പ്, 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും, 2 പച്ചമുളക് നീളത്തിൽ കീറിയതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 മീഡിയം തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിക്ക് ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം.
ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക. എന്നാൽ കൂടുതൽ വെള്ളം പോലെ ആയി പോകാൻ പാടില്ല. ഈ കറി കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിലുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ പാനൊന്ന് മൂടി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. എടുത്ത് വെച്ചിരിക്കുന്ന 2 കോഴിമുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി മുട്ട ഒന്ന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിച്ചെടുത്ത മുട്ട നമുക്ക് മാറ്റി വെക്കാം. വെണ്ടയ്ക്ക മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്ക പാകത്തിന് വെന്തെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട 1 ടേബിൾ സ്പൂൺ വീതം കറിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തടുത്തിടരുത്. അടുത്തടുത്തിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. മുട്ടയിട്ടതിന് ശേഷം പാനൊന്ന് മൂടി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യണം. 3 മിനിറ്റിന് ശേഷം നമുക്ക് പാൻ്റെ മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ മുട്ടയെല്ലാം കുക്കായി നല്ല പാകമായി വന്നിട്ടുണ്ട്. കറിയുടെ മുകളിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വളരെ രുചികരമായ വെണ്ടക്ക മുട്ടത്തേര് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്